Assalamualaikum. Hi friends, welcome back to my channel. ഇന്ന് ഞങ്ങളൊരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3/4 കിലോ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി കുതിർത്തിയിട്ട് ഞാൻ മിക്സിയിൽ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 200 ഗ്രാം പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് മധുരം ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു പിഞ്ച് ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് ആദ്യം ഈ മുട്ടയെ ഒരു വിസ്കോ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ മുട്ട ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അരിപ്പൊടിയിലേക്ക് ആദ്യം 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയും എള്ളും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിഞ്ച് ഉപ്പും കോഴിമുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാനിതിലേക്ക് കുറച്ചുകൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ അത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കടായിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചപ്പത്തിൻ്റെ അച്ച് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. അച്ച് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. ഞാൻ മാവിനെ വേറെ പാത്രത്തിലേക്ക് കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. പകുതിയെ മുങ്ങിക്കിടക്കാവൂ. എന്നിട്ട് നമുക്കിത് വീണ്ടും എടുത്തിട്ട് നമ്മുടെ എണ്ണയിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ചട്ടീൻ്റെ അടിയിലേക്ക് ഇത് തട്ടാൻ നോക്കണം. എന്നിട്ട് നമുക്കിത് മെല്ലെ ഒന്ന് പൊന്തിച്ച് കൊടുക്കാം. നമുക്കിത് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. പൊട്ടിപ്പോവാതെ നോക്കണേ. കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വീണ്ടും നമുക്ക് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചിനെ എണ്ണയിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ മാവിലേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെയും നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ എല്ലാ അച്ചപ്പങ്ങളും നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ഞങ്ങൾ അച്ചപ്പൊക്കെ ഇതാ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ, ബൈ, സീ യു.